ഫിലിപ്പിയർ 1:12. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനം വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ആ വചനത്തെ ശ്രദ്ധിക്കുക. യെസ്. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അതായത് ഞാൻ അഭിമുഖീകരിച്ചതല്ല, സുവിശേഷത്തിന്റെ വ്യാപനത്തിനായി പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നും കൂടെ 1:12 വായിച്ചേ. ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. സഹോദരന്മാരെ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് അതൊരു നന്മയായിട്ട് മാറി കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം അറിയണം, എനിക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ തിന്മയായിട്ട് തോന്നിയാലും എനിക്കിത് നന്മയായിട്ട് മാറി. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. ഇനി ശ്രദ്ധിച്ചേ, ഇതാരാ പറയുന്നത് അറിയാമോ? അപ്പോസ്തലനായ പൗലോസ്, ശ്രേഷ്ഠ അപ്പോസ്തലൻ, സ്ത്രീഹന്മാരിൽ പ്രധാനിയായ അപ്പോസ്തലൻ. ഫിലിപ്പിയിലുള്ള ദൈവമക്കൾക്ക് എഴുതുകയാണ്. ദൈവസഭയിലെ വായിക്കുമ്പോൾ അവിടുത്തെ മൂപ്പന്മാർക്കും ശുശ്രൂഷകർക്കും അധ്യക്ഷന്മാർക്കും ആ സഭയിലെ അധ്യക്ഷനും കൂട്ടു ശുശ്രൂഷകർക്കും കൂട്ടു ദൈവമക്കൾക്കും എല്ലാവർക്കും കൂടെ ആത്മാവിൽ എഴുതുന്നതാണ്. ഇത് എഴുതുമ്പോ തന്റെ സാഹചര്യം, ഈ സഭയുടെ പ്രത്യേകത യൂറോപ്പിന്റെ മണ്ണിൽ ആദ്യമായി ഉടലെടുത്ത സഭയാണ് ഈ ഫിലിപ്പിയിലെ സഭ. ഫിലിപ്പിയിലെ സഭ എന്ന് പറയുമ്പോൾ യഹൂദയിലെ ആ ഒരു യഹൂദ പശ്ചാത്തലം വിട്ട് അതിനപ്പുറം യൂറോപ്പിന്റെ മണ്ണിലേക്ക്, ആ പ്രദേശത്തേക്ക് തുടങ്ങപ്പെട്ട ആദ്യ സഭ. അത്ഭുതകരമായ രീതിയിലാണ് സഭ തുടങ്ങാൻ ദൈവം വാതിലും വഴികളും തുറന്നത്. അതൊരു സഹോദരിക്ക് മുമ്പിൽ ദൈവം ആ ഹൃദയത്തിന്റെ വാതിൽ തുറന്നപ്പോൾ, ഹല്ലേലൂയ, ആ വീട് തുറന്നു. ആ വീട് തുറന്നപ്പോൾ ആ മണ്ണിൽ എന്തായി? ഒരു സഭയായി മാറാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. പക്ഷേ ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എവിടെ കിടക്കാന്ന് അറിയാമോ? സുവിശേഷം നിമിത്തം കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. സുവിശേഷം നിമിത്തം എന്ത് ചെയ്യാണ്? കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ ദൈവമക്കൾക്ക് ഒരു വിഷമം, അയ്യോ ഞങ്ങളെ നടത്തി അല്ലെങ്കിൽ ഞങ്ങളോട് കാര്യങ്ങൾ ഞങ്ങളുടെ ഒരു ശ്രേഷ്ഠ അപ്പോസ്തലനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കാരാഗ്രഹത്തിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. പക്ഷെ അവരെ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് അവർക്ക് ലേഖനം എഴുതി കൊടുക്കുകയാണ്. ഒന്നും ഭാരം. അതിനു മുമ്പ് ഒരു വാക്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 4 ഒന്ന് വായിച്ചു. ഇംഗ്ലീഷിൽ 6-ലും അത് മലയാളത്തിൽ വായിക്കുമ്പോൾ 4-ലും കിടക്കുന്നത്. 1:4. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് അവരോട് പറയാണ്, ഞാൻ മാറി, എന്നെ നിങ്ങൾക്ക് കാണാൻ വയ്യ, ഞാൻ കാരാഗ്രഹത്തില്ല. പക്ഷെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആരാ? സർവശക്തനാ. അവൻ അത് തികയ്ക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരാളാൽ തുടങ്ങിയ അല്ല, നിങ്ങളിൽ ആ വചനം ഇട്ട് നിങ്ങളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചതാരാ? സർവശക്തനായ ദൈവമാണ്. ഞാൻ കാരാഗ്രഹത്തിലായാലും നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെന്ത് ചെയ്യും? തികയ്ക്കും. ഒരു ദൂത് തുടക്കത്തിലേ പറയാം. തുടങ്ങിയത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ആരെങ്കിലും ഇത് സ്വപ്നത്തിൽ കണ്ട കാര്യമാണോ? നമ്മൾ ചെറുപ്പത്തിലെ വളർന്ന പ്രായം മുതൽ എന്തൊക്കെ സ്വപ്നം കാണും അല്ലേ? അങ്ങനെ ആവുന്നത് സ്വപ്നം കാണും, അങ്ങനെ ആവണതാകണം, ഇത് വരയ്ക്കുന്നു, നല്ല വീട് വെക്കുന്നത്, ജോലി വെക്കുന്നത്, നല്ല കാറിൽ സഞ്ചരിക്കുന്നതും, അല്ല നല്ല എല്ലാം ഉണ്ടാവുന്നു, അല്ല നമ്മൾ ഒത്തിരി പേരെ സഹായിക്കുന്നു, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന. പക്ഷെ നമ്മൾ ആരും സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു കാര്യം, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൈയടിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവവേദലായി ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്ന ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം ദൈവമാണ്. അവനത് പൂർത്തീകരിക്കും. നിന്നിൽ നല്ല പ്രവൃത്തി നല്ല പ്രവൃത്തി നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാന നാളത്തോളം, നിന്റെ അന്ത്യശ്വാസം വരെ, എന്റെ കർത്താവിന്റെ വരവ് വരെ, അല്ല നിത്യതയോളം കൊണ്ടെത്തിക്കുന്ന കർത്താവ് അത് പൂർത്തീകരിക്കും.
അതിനൊരു കാര്യം മനസ്സിലാക്കണം, വിളിച്ച ദൈവം പുരാതനനായ ദൈവമാണ്. തലമുറ തലമുറയോളം നമ്മുടെ സങ്കേതമാകുന്ന നിത്യനായ ദൈവമാണ് നമ്മെ വിളിച്ചത്. ആള് മാറും, വ്യക്തി മാറും, കാലാവസ്ഥ മാറും, സാഹചര്യങ്ങൾ മാറി മറിയോ, നിന്നെ വിളിച്ച നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഒരിക്കലും മാറത്തില്ല. അവൻ അന്ത്യം നാൾ വരെ അത് തുടരും. എന്നിട്ട് പറയുകയാണ്, എനിക്ക് സംഭവിച്ചത്. എനിക്ക് എന്ത് സംഭവിച്ചു? സുവിശേഷ നിമിത്തം ഞാനിപ്പോ ഇവിടെ ജയിലിലാണ്. പക്ഷെ നിങ്ങൾ ഭാരപ്പെടരുത്, ഇത് നന്മയായിട്ട് തീർന്നു. കാരണം ഇതുവരെ പറയാൻ പറ്റാത്തവരോട് പറയാൻ, സുവിശേഷം പറയാൻ അത്ഭുതം നടന്നു. ഒരു ചരിത്രം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ സെല്ലിൽ, ഇദ്ദേഹത്തിൽ ആയിരിക്കുന്നിടത്ത് അവിടുത്തെ പലരും വന്ന് വചനം കേൾക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് പൗലോസ് പറയുന്നത്, എന്തായാലും ഞാൻ ഇവിടെ ആയത് നന്മയായി. സുവിശേഷം ഭയങ്കരമായിട്ട് ഈ ജയിലിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ഉദ്യോഗസ്ഥരും തടവറും എല്ലാത്തിലും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങളിൽ തുടങ്ങിയവൻ അവൻ അത് പൂർത്തീകരിച്ചോളും. എന്നെ ഇപ്പൊ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ദൈവ പദ്ധതിയാണ്. ഇന്നത്തെ മെസ്സേജ് ശ്രദ്ധിച്ചോണം. നിന്റെ നഷ്ടത്തെ ലാഭമാക്കുന്ന ദൈവം, നിന്റെ തിന്മയെ നന്മയാക്കുന്ന ദൈവം, നിന്റെ പരാജയത്തെ വിജയമാക്കി മാറ്റുന്ന ദൈവം, നിന്റെ താഴ്ചയെ ഉയർച്ചയാക്കി മാറ്റുന്ന ദൈവം, നിന്റെ ഇന്നത്തെ വേദനകളെ നാളത്തെ ആനന്ദമാക്കി മാറ്റുന്ന ദൈവം. നീ സേവിക്കുന്ന ദൈവം സർവശക്തനാ. അവൻ നിന്റെ തിന്മയെ നന്മയാക്കി മാറ്റാം, നിന്റെ തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റാം, നിന്റെ പരാജയത്തെ ജയമാക്കി മാറ്റാം, നിന്റെ നഷ്ടത്തെ ലാഭമാക്കി മാറ്റാം. നീ നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നോ നിന്നെ മാനിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ദൈവം മാറ്റും. എല്ലാവരും ഇനി കുറച്ചു നേരം ശുശ്രൂഷിക്കാൻ പോവാം. ഒരു ഭയങ്കര മർമ്മ ക്രിസ്തു ജീവിതത്തിൽ പറയാൻ പോവാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, പരാജയം സംഭവിക്കാം, തിന്മ സംഭവിക്കാം, നിന്ദ സംഭവിക്കാം, ഒറ്റപ്പെടുത്തൽ സംഭവിക്കാം, നഷ്ടം സംഭവിക്കാം. ഇതൊക്കെ സംഭവിച്ചെന്നിരിക്കാം. പല കാരണം കൊണ്ട് സംഭവിക്കാം. പല കാരണം കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റാം, നമ്മുടെ എടുത്തിയാട്ടം കൊണ്ട് പറ്റാം. എന്നാൽ വെക്കേണ്ട സ്റ്റെപ്പ് വെക്കേണ്ട സമയത്തിൽ ധൈര്യത്തോടെ വെക്കാൻ പറ്റാത്തതുകൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ ശരിയാവാത്തത് കൊണ്ടും, ലാക്ക് ഓഫ് നോളജ്, യഥാർത്ഥ ഒരു ദർശനമില്ലാതെ ജീവിക്കുന്നതുകൊണ്ടും, ഒരു ബോധ്യമില്ലാതെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടും, എന്നാൽ ഇരുട്ടിന്റെ ശക്തികൾ പിടിച്ച് തലമുറകളായി ബന്ധിക്കപ്പെട്ട ചില ബന്ധനം എന്തോ ചെയ്താലും നീ പരാജയത്തിലേക്ക് കൊണ്ടുവരും. കാരണം അത് തലമുറയായിട്ട് കിടക്കുന്ന ശാപം, അതുകൊണ്ടുവരാം. അപ്പൊ തന്നെ ദൈവപ്രവൃത്തിക്കായി മാറ്റിവെച്ച ചിലതുണ്ട്, അതുകൊണ്ട് വരാം. പല കാരണം കൊണ്ടുവരാം, ഒത്തിരി കാരണം അതിനകത്തുണ്ട്. നമ്മൾ നോക്കി ചിന്തിച്ചാൽ മതി. നമ്മളിൽ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ കുഴപ്പം കൊണ്ട്, നമ്മുടെ അബദ്ധം കൊണ്ട്, ശ്രദ്ധിച്ച് ചെയ്യാത്തത് കൊണ്ട്, ദൈവം തന്നെ ജ്ഞാനത്തിൽ ചെയ്യാത്തത് കൊണ്ട്, അങ്ങനെ പലതുണ്ട്. എല്ലാത്തിനും എല്ലാ കാരണമല്ല, പല പല കാരണങ്ങളുണ്ട്. ഇതെന്ത് സംഭവിച്ചെന്ന് വിചാരിച്ചോട്ടോ. അനുസരണക്കേട്. ആദാഭാവമേക്ക് എന്ത് പറ്റിയത്? നല്ല രീതിയിൽ നിന്നതാ, അനുസരണക്കേട് കൊണ്ട് എന്ത് ചെയ്തു? സംഭവിച്ചു പോയി. അല്ല, ഇതിങ്ങനെയൊക്കെ ഉണ്ടായി തിന്മയായി വരാനല്ല, എല്ലാം സൃഷ്ടിച്ച് നല്ലതിനു വേണ്ടി ചെയ്തതാ. പക്ഷെ സംഭവിച്ചു പോയി. പക്ഷെ ആ സംഭവിച്ചതിന് ശേഷം ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെല്ലാം തിരുത്തി മാറ്റാൻ ദൈവത്തിന് പറ്റും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിനെല്ലാം തിരുത്തി മാറ്റാൻ എന്ത് ചെയ്യും? ദൈവത്തിന് പറ്റും. എങ്ങനെ പറ്റും? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചെന്ന് രാജ്യം, ഒറ്റപ്പെടൽ അനുഭവിച്ചു. അവിടുത്തെ നമ്മുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അറിയാം, ഞാൻ ഇന്ന് അതിലേക്കല്ല വരുന്നത്, പക്ഷെ ഇന്ന് പരിശുദ്ധമ തരുന്ന് പറയാം. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു. എന്തിനെ നന്മയാക്കി ദൈവം മാറ്റും. എനിക്ക് സംഭവിച്ചത് തിന്മയായിട്ട് സംഭവിച്ചതെങ്കിൽ നിനക്ക് തോന്നിയാൽ അത് പിന്നീട് ദൈവം എന്ത് ചെയ്യും? നന്മയായിട്ട് മാറ്റും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ചെയ്യുന്നത് ദൈവമാ. ഇടയ്ക്ക് നമ്മുടെ ഒരു സംഭവം ദൈവത്തിന് വേണം, എങ്കിലേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. അതാ ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ തിന്മയെ നന്മയാക്കിയൊക്കെ മാറ്റും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഈ ദാവീദിന്റെ വീട്ടിലെ
തൻ്റെ സഹോദരൻ, മൊത്തത്തിൽ 8 പേരാണ്. അവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടന്നപ്പോ അപ്പൻ ദാവീദിനെ വിളിച്ചോ ഇല്ലയോ? അപ്പനും അമ്മയും ഇല്ല. അവനെ കാട്ടില് ആടിനെ മേയ്ക്കാൻ വിട്ടു. ദേശത്തെ അറിയപ്പെടുന്ന പ്രവാചകൻ വീട്ടിൽ വരുന്നു, വിരുന്ന് കഴിക്കുന്നു. ഒരു വലിയ സംഭവം അവിടെ നടക്കാൻ പോവാ. ഇവരെല്ലാം വിളിച്ചു, ഇവനെ ഒറ്റപ്പെടുത്തി. വിഷമം ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവോ ഇല്ലയോ? ഇല്ലെന്നാരും പറയില്ല, ഉണ്ടാവും. മനുഷ്യനാണേ ഉണ്ടാവും. അവിടെ പരിപാടിയൊക്കെ നടന്നു. പക്ഷെ വന്ന മെയിൻ ഗസ്റ്റ് പറഞ്ഞു, ഇവിടെ ഞാൻ വന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്ന 7 സഹോദരങ്ങളുണ്ട്, ഇവന്മാരെ കൊണ്ടല്ല, ഇനി വേറൊരു പരിപാടിയാണ്. അപ്പൊ ദാവീദിന്റെ അപ്പനോട് പറഞ്ഞു, ഇനിയും മക്കൾ വല്ലതും ഉണ്ടോ? ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒരുത്തൻ കാട്ടിലായിട്ട് എന്നിട്ട് ആളെ വിട്ട് എന്താ പറഞ്ഞ, ആളെ വിട്ട് വിളിപ്പിക്കാം. ഇനി ശ്രദ്ധിച്ചോ, നമ്മളാണെങ്കിലും പോയി ഇപ്പൊ എന്തുവാ നീ വിളിക്കാൻ വരുന്നേ? ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ വരുന്നില്ല. കാരണം മുറിയപ്പെട്ടു. ഞാൻ പറയാം, ചില മുറിവും ബ്ലെസ്സിങ്ങാ, പക്ഷെ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് രചിച്ചോ, ദാവീദിന് വരെ ഞാനാണ്, പിന്നെ ഇത്രയും വന്നിട്ട് വിളിച്ചില്ല, ഇനിയും പിന്നെ നിങ്ങൾ അങ്ങ് നടത്തി. നമ്മുടെ ഭാഷയല്ല, ആരാരും പറയും. പക്ഷേ ദൈവ പൈതൽ മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്. നീ അവിടെ മുറിയപ്പെട്ടതും നിന്നെ രണ്ടാമത് എന്തിനാ വിളിക്കുന്നതെന്ന് അറിയാമോ? നീ ആ രാജ്യത്തിന്റെ രാജാവാനാ വിളിക്കുന്നേ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. പക്ഷെ നമുക്ക് പറ്റുന്ന പ്രശ്നം, ആ മുറിവ് കേട്ടാൽ ആ മുറിവും കൊണ്ടിരിക്കും, നടക്കത്തില്ല. പക്ഷെ ദാവീദിനെ രണ്ടാമത് വിളിച്ചപ്പോ ഒന്നും ചോദിക്കാതെ തിരിച്ച വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അവന്റെ തലയിൽ അഭിഷേകത്തിന്റെ തൈലം വീണു. ഈ 7 അപ്പുറത്ത് രാജ്യത്തിന്റെ രാജാവാക്കി ദൈവം അഭിഷേകം ചെയ്തു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, നീ ഒറ്റപ്പെട്ടതിനോ, നീ നിന്ന കേട്ടതിനോ, നീ മനസ്സ് മുറിഞ്ഞതിനോ ഒരിക്കലും ഭാരപ്പെടരുത്. അപ്പുറത്തൊരു ഭയങ്കര വിടുതൽ, നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവം. കണ്ടോ, അവനത് പോയില്ലായിരുന്നെങ്കിലോ? അതാണ് നമ്മുടെ ഒരു സഹകരണം വേണമെന്ന് പറഞ്ഞു. നഷ്ടത്തെ ലാഭമാക്കാൻ, നിന്റെ നിന്നയെ ജയമാക്കി മാറ്റാൻ. ഞാൻ ഇവിടുന്ന് ഒരു ദൂത് പറയാം. ആരെങ്കിലും വേദനപ്പെടുന്നെങ്കിൽ, ഇതുപോലെ ഒറ്റപ്പെടുന്നെങ്കിൽ, ഇതുപോലെ നീ വല്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നെങ്കിൽ, അടുത്തത് നിന്റെ വലിയ ഉയർച്ചയാണ്. യെസ്, ഇങ്ങനെ അത്ഭുതം ചെയ്യുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾക്ക് ആ മനസ്സ് മനസ്സിലായോ? നമുക്ക് പറ്റിപ്പോന്ന ദൈവം റെഡിയാക്കാൻ തയ്യാറാണ്. നിന്റെ മുറിയപ്പെടുത്തിടത്ത് നീ അത്ഭുതം ചെയ്യാൻ, നീ ഒറ്റപ്പെടുത്തുന്ന നിന്നും എല്ലാവരും ഉള്ള ഉയർച്ചയിൽ എത്തിക്കാൻ ദൈവം. ഒറ്റപ്പെട്ട് ഒരു കാട്ടിൽ നിൽക്കുക, പക്ഷെ അടുത്ത പദ്ധതി രാജ്യത്തിന്റെ മധ്യത്തിൽ ഒരു കസാരയിൽ സിംഹാസനത്തിൽ ഇരുത്തുകയാണ്. ദൈവം അത് ചെയ്യും. പക്ഷെ ഇടയ്ക്ക് നമ്മുടെ ഒരു സഹകരണം വേണം. ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ, കാരണം ബൈബിൾ പറയുന്നു, അവൻ ചതഞ്ഞ ഓട ഓടിക്കും, പുകയുന്ന തിരി അവൻ എന്ത് ചെയ്യത്തില്ല, കെടുത്തിക്കളയത്തില്ല. നമ്മളാണെങ്കിൽ കെടുത്തിക്കളയും. ചതഞ്ഞ ഓട ഒന്നിനും കൊള്ളത്തില്ല, നല്ല സ്വരം വരത്തില്ല, നല്ല പാട്ട് വരത്തില്ല. ആ ഓടക്കുരൽ വെറുതെ കളയാവുന്നേ ഉള്ളൂ. അതാണ് ഈ കർത്താവ് പറഞ്ഞേ, ജെരമ്യാവേ, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ല്. കുശവൻ നല്ല കളിമണ്ണ് വെച്ച് നല്ല പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ ചക്രത്തിൽ. പക്ഷെ ഉടഞ്ഞുപോയി. പക്ഷെ എന്ത് ചെയ്തു? ഉടഞ്ഞുപോയി. എന്തോ ആയിക്കോട്ടെ, ഇനി മണ്ണിന്റെ കൊണ്ടോ എന്തോ ഗുണം കൊണ്ട്.
പക്ഷേ ആ മണ്ണ് മാറിയില്ല. മണ്ണ് വീണ്ടും കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ അടുത്ത പാത്രമാക്കി മാറ്റി. ഇത്ര ചിന്തിച്ചാൽ മതി. അതൊന്നും അതെന്താ മനസ്സിലാവും ഞാൻ പറയാം. കുശവൻ നല്ല വീട്ടിലെ ഒരു എന്താണ് ഹല്ലേലൂയ ഒരു ചട്ടിയും കലവും ഒരു കലം, ഒരു നല്ല കഞ്ഞിയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു കലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. ആ ഒരു ഷേപ്പില് കലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നല്ല വണ്ണത്തിലാണ് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മണ്ണെല്ലാം കൂടെ എന്ത് ചെയ്തു? ഉടഞ്ഞു പോയി. പക്ഷെ കുശവൻ വിട്ടില്ല. അത്രയും വലിയ പാത്രമൊന്നും ആക്കാൻ പറ്റില്ലല്ലോ. അതൊന്ന് ഒതുക്കി പണിഞ്ഞ് മേലോട്ടും കൂടെ അല്പം ഒരു ഹൈറ്റ് കൊടുത്ത് മണ്ടയുടെ വക്കൊന്ന് ചെറുത് കൊടുത്തപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നല്ല ഒരു ഫ്ലവർ വൈസ് ആയിട്ട് അങ്ങ് മാറി. ഹല്ലേലൂയ. ചില ഉടച്ചലുകൾ വീണ്ടും അത് ഏറ്റവും മനോഹരമായ നന്മയായിട്ട് മാറാനാണ് ദൈവം ചെയ്യുന്നത്. അങ്ങനെ ദൈവം ചെയ്യും. രണ്ടു മൂന്ന് കാര്യം വേണം. ഒന്നാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മനോഭാവം അതിൻ്റെ അകത്തൊരു വലിയ വിടുതലാണ്. മനോഭാവം എന്താണ്? വലിയ ഘടകമാണ്. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആ വിഷയത്തിന് ആ കളിമണ്ണ് വീണ്ടും കുശവനെ അനുവദിച്ചത് കൊണ്ടാണ് അടുത്ത പാത്രമായത്. പൗലോസ് പറയും, ഞാൻ ജയിലിലായി, പക്ഷെ ഞാൻ പിറുപിറുത്തു. എന്തുകൊണ്ടാണ്? ഇത്രയും നാളും ദൈവവേല ചെയ്തതല്ലേ, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് പിറുപിറുത്ത് ദൈവത്തോട് കോപിച്ച് ജയിലിലിരിക്കുകയല്ല. ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അവൻ എന്നെ ഇവിടെ അതിലും ഭയങ്കരമായി എന്റെ ദൈവപ്രവൃത്തി നടത്തി. നിങ്ങൾ ശ്രദ്ധിച്ചേ, പൗലോസ് ജയിലിന് പുറത്തായിരുന്നപ്പോ ചെയ്ത പരിപാടി എന്തുവാ? യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പറയാൻ, രോഗികളെ സൗഖ്യമാക്കാം, ദൈവപ്രവൃത്തി നൽകുക. ജയിലിലായപ്പോഴും പിന്നെ ദൈവം എന്തോ ചെയ്തേ? ആ പരിപാടി ചെയ്യിച്ചു. അതിനേക്കാൾ മനോഹരമായി ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ ചെയ്യിച്ചു. അവൻ രണ്ട്, നമ്മൾ ഈ ദൈവത്തെ ഒന്ന് അനുവദിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവൻ പറയുന്ന വാക്കനുസരിക്കണം. എങ്കിൽ പരാജയം ജയമാകും, തിന്മ നന്മയാവും, നഷ്ടപ്പെട്ടത് ഉയർച്ചയാകും, നിന്ന മാന്യതയായി മാറും. ഇതിന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇത് എങ്ങനെ എടുക്കുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത് വിഷയം. ഏത് മനോഭാവത്തിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുണ്ടെങ്കിൽ തൊട്ടിട്ടൊന്ന് പറഞ്ഞേ, നന്മയാക്കി മാറ്റും. തിന്മയെ നന്മയാക്കി മാറ്റും. തിന്മയെ നന്മയാക്കി മാറ്റും. ദൈവം തിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം. ലൂക്കോസ് 5 എടുത്തേ. വളരെ പ്രസിദ്ധമായ ദൈവവചനം ലൂക്കോസ് 5. അവിടെ കിടപ്പുണ്ട്, പരാജയപ്പെട്ടവൻ ജയമായത്, നിന്ന അനുഭവിക്കേണ്ടവൻ അത്ഭുതം കണ്ടത്. ലൂക്കോസ് 5 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അവൻ ഗെനസേരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ, യേശു കർത്താവ് ഗെനസേരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ, പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുന്നു. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ എന്ത് ചെയ്തിരുന്നു? ഒരു ജനത്തിന് ഭയങ്കര ആഗ്രഹം ഈ വചനം കേൾക്കാൻ. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. യേശു നോക്കാൻ നേരത്തെ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. അവിടെ നോക്കുമ്പോ മീൻ പിടിക്കക്കാർ ആ പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ആ ദിവസത്തെ അധ്വാനം കഴിഞ്ഞ് പണി നിർത്തി വീട്ടിലേക്ക് പോവുകയാണ്, വല കഴുകുകയാണ്. ആ പടകുകളിൽ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പം ഇത് വായിക്കുന്നൊരു ദൈവം, ഞാൻ ഒരു ജീവിതത്തിന്റെ പ്രായോഗികം പറയാം. ഇത് ഓരോ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആത്മീയമായ ദൂത് ഉള്ളപ്പോൾ തന്നെ ജീവിക്കേണ്ട പ്രായോഗികമായ കാര്യങ്ങൾ എന്തുണ്ട് ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമ്മുടെ ഒരു കാര്യം കഴിഞ്ഞാൽ വീണ്ടും അതിനെ അടുക്കും ചിട്ടിയോടും വെച്ച് കരുകി വൃത്തിയാക്കി വെക്കുക. നാളെ ഇത് ഉപയോഗിക്കാനുള്ളതാണ്. അമ്മേ, ബൈബിൾ വായിക്കുമ്പോൾ മൊത്തം അങ്ങനെ ആത്മീയ ദൂത് ലഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ദൈവാത്മാവ് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ തൊട്ടും ദൈവാത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ പടകൾ അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. അപ്പൊ ശീമോന്റെ പടകിൽ കയറിയിട്ട് അല്പം നീക്കണമെന്ന് പറഞ്ഞു. അവൻ നീക്കി കൊടുത്തു. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു?
അപ്പൊ ഇച്ചിരി നീക്കിയപ്പോഴത്തേക്ക് ഈ കടൽ തീരത്തുള്ള എല്ലാ പുരുഷാരത്തെ കാണാൻ പറ്റും. യേശു കർത്താവ് ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത പറയാണ്. പുരുഷാരത്തോട് സുവിശേഷവും ഉപമയൊക്കെ പറഞ്ഞതിന് ശേഷം യേശു പറയാണ്, ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യാ? മീൻപിടുത്തത്തിന് വല ഇറക്കുക. യേശു വരുമ്പോൾ ഇവിടെ അവസ്ഥ എന്തുവായിരുന്നു? വല കഴുകിക്കൊണ്ടിരിക്കുക. യേശു അവരോട് പറഞ്ഞു എന്ത് ചെയ്യാ? വല വീണ്ടും ഇറക്കാൻ പറഞ്ഞു. അതിന് ശീമോൻ പറഞ്ഞത് 5. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഒന്ന് നിൽക്കണമേ. ശീമോൻ പറയാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. നീ വരുമ്പോ വല കഴുകിയത് എല്ലാം നിറഞ്ഞിട്ട് കഴിയതല്ല, പരാജയപ്പെട്ടിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ശീമോൻ പത്രോസിന്റെ അവസ്ഥ നോക്കുമ്പോൾ, ബൈബിൾ പരിശോധിക്കുമ്പോൾ അവന്റെ കുടുംബത്തെ കാണാം, അവന്റെ അമ്മായിമ്മയെ കാണാം, കുടുംബമായി താമസിക്കുന്ന അവസ്ഥകൾ കാണാം. ഇതിന്റെയൊക്കെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു കാര്യം മനസ്സിലാക്കണം, തിരിച്ച് വേദനയോടെ, തിരിച്ച് ബുദ്ധിമുട്ടോടെ, തിരിച്ച് പ്രയാസത്തോടെ ആ വീട്ടിലേക്ക് പോകേണ്ടതാണ്. നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, ശൂന്യതയോടെ, പരാജയപ്പെട്ട് പോകേണ്ടതാണ്. അതാ പറഞ്ഞത്, കർത്താവേ, ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച്, ഞാനെന്നല്ല ഞങ്ങൾ മുഴുവൻ അധ്വാനിച്ചു, അറിയാവുന്ന പണി മുഴുവൻ ചെയ്തു, എറിയാവുന്നിടത്തും വീശാവുന്നിടത്ത് സകല ദിക്കിലും വല വീശി, ഒറ്റ മീനെ പോലെ ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കാം. ഞങ്ങൾ വല കഴുകിയതാണ്, ഞങ്ങൾ മുഴുവൻ ക്ഷീണിച്ചിരിക്കുകയാണ്, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം. നിന്റെ പരാജയം ജയമാകുന്നത് അവിടാ, നിന്റെ തകർച്ച ഉയർച്ചയാകുന്നത് അവിടാ. നിനക്ക് പറ്റത്തില്ലേലും, നിനക്ക് ബലമില്ലേലും, എന്റെ കർത്താവിന്റെ വാക്കനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതം കാണും. രണ്ട് കാര്യമാ പത്രോസ് ചെയ്തത്. ഒന്ന്, ആദ്യം ആ പടകിൽ കയറാൻ അനുവദിച്ചു. നമുക്കറിയാം, നമ്മളാൽ അധ്വാനിച്ച് തളർന്നു നിൽക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആർക്കും ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധിയാണ്. നല്ല തളർന്നു നിൽക്കുമ്പോൾ നമ്മളോടൊരു കാര്യത്തിന് ചെയ്യാൻ സഹായിക്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ബോഡി, അവരോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മൾ ആകെ കൂടെ എന്ത് ചെയ്തിരിക്കുക? തളർന്നിരിക്കുക. ഇവിടെ ഇത്ര തളർന്നു നിന്നിട്ടും പടക ഒന്നും കൂടെ അങ്ങോട്ട് നീക്കാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് നീക്കി, അനുവദിച്ചു കർത്താവ് കയറാൻ. 2, പടക നീക്കാൻ മാത്രമല്ല, വല വീശ. നിങ്ങൾക്കറിയാം, ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർ ശ്രദ്ധിച്ചോണം, ഈ ചുമ്മാ നമ്മൾ ഈ ചൂണ്ടയിടുന്ന പോലെ ഒന്നുമല്ല. വല ഇറക്കുക, കടലിൽ വലയിടുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ അധ്വാനമുള്ള പരിപാടി വേറെ ഇല്ല. നമുക്ക് മീൻ കിട്ടി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സിമ്പിളാ. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറഞ്ഞത് വല്ലാത്ത സംഭവമാണ്. എല്ലാരെ കൊണ്ടത് പറ്റില്ല. അത്ര അനുഭവത്തിൽ നിൽക്കുന്നവരാ. അവരാണ് പറയുന്നത്, നാദാ, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കിയപ്പോ സംഭവിച്ചത് എന്താ നമുക്കറിയാം. 6, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. മതി, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ശൂന്യതയോടെ തിരിച്ചു വീട്ടിൽ പോണ്ടവൻ, പരാജയപ്പെട്ടു നിന്നവൻ, നിറവോടെ, ജയത്തോടെ, സന്തോഷത്തോടെ തല ഉയർത്തി അവന്റെ വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. അവന്റെ മനസ്സിൽ ഒത്തിരി ചോദ്യം കാണും. എങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെല്ലും? മക്കളുടെ വീട്ടിന്റെ അവസ്ഥ, ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യും? ഇന്നത്തേക്ക് ആഹാരമില്ലല്ലോ, അല്ലെങ്കിൽ ഇന്നത്തേക്കുള്ള നന്മ കിട്ടിയല്ലോ. പക്ഷെ ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുന്നു, നിന്റെ മുമ്പിൽ ഒത്തിരി ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ നീ വാക്ക് കേൾക്കാൻ, അനുസരിക്കാൻ തയ്യാറായാൽ നിന്റെ നഷ്ടത്തെ ലാഭമാക്കുന്ന, നന്മയാക്കി മാറ്റുന്ന, തിന്മകളെ മാറ്റുന്ന ഒരു ജയം തരുന്ന നല്ല കർത്താവുണ്ട്. കരമടിച്ച നല്ല കർത്താവിന് ഇന്ന് പകൽ ദൈവത്തിന് ഒന്ന് മഹത്വം കരയറ്റേ. മനോഭാവം, ആ മനോഭാവത്തിലാണ് കർത്താവിനെ അനുവദിക്കുക, അനുസരിക്കുക. ഉറക്കെ പറ, അനുവദിക്കുക, അനുസരിക്കുക. ജയം വരുന്നത് വെളിപ്പെടും. അടുത്ത അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തോ വേണം. ഈ ഫിലിപ്പിയർ 1:19 എങ്ങനെ അത് വിടുതലായി മാറിയത്? 1:12 വായിച്ചു. സഹോദരന്മാരെ, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണം.
ഇതെങ്ങനെ സംഭവിച്ചു? 1:19. 1:19. നിങ്ങളുടെ പ്രാർത്ഥനയാലും ആ. യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും ആ. അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. ഒറ്റ കാരണം, നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവാത്മാവിന്റെ സഹായത്താൽ ഇതെനിക്ക് എന്തായി തീരും? രക്ഷാകാരണമായി തീരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്, തിന്മ നന്മയായി മാറുന്നത്, പരാജയം ജയമായി മാറുന്നത്, നഷ്ടങ്ങൾ ലാഭമായി മാറുന്നത് അവനെ അനുവദിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, അപ്പോൾ തന്നെ പ്രാർത്ഥനയാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത് സംഭവിച്ചിരിക്കും. അവിടെ നമ്മുടെ മനോഭാവം, തിന്മ സംഭവിച്ചോളന്നല്ല, അവിടെ പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതം കണ്ടിരിക്കും. ഇന്ന് നിങ്ങളോട് മെസ്സേജ് എന്താ അറിയാമോ? ചില സംഭവിച്ചു പോയത് നന്മയാക്കി ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളിൽ നീ പരാജയപ്പെട്ടത് ജയമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ മുറിയപ്പെട്ടതും ഒറ്റപ്പെട്ടതും വേദനപ്പെട്ടതും നിനക്കൊരു ഭയങ്കര ഉയർച്ചയാക്കി മാറ്റാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദാവീദ് മുറിയപ്പെട്ട് കിടക്കുമ്പോ ഒരു വലിയ ഉയർച്ചയ്ക്കായി ദൈവം കരുതിയിരിക്കുകയാണ്. Thank you, Jesus. Hallelujah. ഒരു സംഭവം ശ്രദ്ധിച്ചേ. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ നന്മയാക്കി ദൈവം മാറ്റാൻ പറ്റും. നമുക്ക് യാക്കോബിന്റെ ഒരു ജീവിതം നമ്മൾ ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം ഒന്ന് എടുത്തേ. യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട്, ഈ യാക്കോബിന്റെ മകൻ ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയെങ്കിൽ അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൊ ഈ ജോസഫിനെ അപ്പൻ എന്ത് ചെയ്തു? ഏറ്റവും സ്നേഹിച്ചു. നല്ല അങ്കിയൊക്കെ എന്ത് ചെയ്തു? ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ മൊത്തം തന്നെ സഹോദരന്മാർക്ക് ഇവനോട് എന്തുണ്ട്? അസൂയുണ്ട്, വിരോധമുണ്ട്. നന്നായിട്ട് അസൂയ തോന്നാൻ ഒരു കാരണം ഉണ്ടായി. ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ അർത്ഥം നോക്കുമ്പോൾ ഈ സഹോദരന്മാരെക്കാൾ നല്ല ഉയർച്ച കിട്ടുന്ന ഒരു സ്വപ്നമാണ്. ഈ സഹോദരന്മാർ ഇവന്റെ മുമ്പിൽ വണങ്ങുന്ന ഒരു സ്വപ്നമാണ്. സ്വപ്നത്തിന്റെ വിരോധം കാണിച്ചു അവര് സഹോദരന്മാർ. ഇവനെ തകർത്തു, പൊട്ടക്കിണർ ഇട്ടു, അവിടുന്ന് എടുത്ത് വിദ്യാനെ കച്ചവടക്കാർക്ക് വിറ്റു. പക്ഷെ അപ്പനോട് വന്നൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പനോട് വന്നിട്ട് എന്തോ പറഞ്ഞെന്നറിയാമോ? കാട്ടിലായിരുന്നപ്പോൾ ദുഷ്ടമൃഗം വന്ന് എന്ത് ചെയ്തു? വലിച്ചു കയറി. എന്നിട്ട് ഈ അപ്പനുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചൊരു സംഭവം ശ്രദ്ധിക്കണം. അതിന്റെ 32 തൊട്ടൊന്ന് വായിച്ചേ. അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി. ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഇവരൊരു മൃഗത്തെ അറുത്ത് മൃഗത്തിന്റെ രക്തത്തിന്റെ അകത്ത് അങ്കി മുക്കിയിട്ട് വായിച്ചു. അവൻ അത് തിരിച്ചറിഞ്ഞു. അത് എന്റെ മകന്റെ അങ്കി തന്നെ. അപ്പം യാക്കോബ് മനസ്സിലായി, ഇത് എന്റെ മകന്റെ ഈ അങ്കി കണ്ടപ്പോഴേ മനസ്സിലായി താൻ ഉണ്ടാക്കി കൊടുത്തതാ. നോക്കിയപ്പോ രക്തം പുരണ്ട് കിടക്കുന്ന അങ്കി. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു. യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പനോട് എന്തോ പറയും, യാക്കോബിനോട് എന്തോ പറഞ്ഞെന്നറിയാമോ? ദുഷ്ടമൃഗം വലിച്ചു കീറി നശിപ്പിച്ചു, അവനെ കൊന്നു. ബാക്കി കിട്ടേക്കുന്ന അങ്കി ഇത് നോക്ക്, മകന്റെ തന്നെ അല്ലേ? അപ്പൻ അതിനെ തിരിച്ചറിഞ്ഞു. എങ്ങനത്തെ അപ്പനാണ്? വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് ജോസഫിനെ നന്നായി സ്നേഹിച്ച ഒരപ്പൻ. അതിന്റെ വേദന എന്താണെന്നറിയാം? 34-35. യാക്കോബ് വസ്ത്രം കീറി അരയിൽ 8 ശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഏറിയ നാൾ നഷ്ടം, ദുഃഖം, വേദന ചെയ്തിരുന്നു. 35. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ആരൊക്കെ ആശ്വസിപ്പിക്കാൻ വന്നിട്ടും ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതെ
ദുഃഖത്തോടിരുന്നു. വേദനയോ വളരെ വേദന, കാരണം ഏറ്റവും സ്നേഹിച്ചു മകൻ അവൻ അങ്കി ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ ദുഷ്ടമൃഗം തിന്നു കളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ യാക്കോബിന്റെ ജീവിതത്തിൽ വല്ലാത്ത തിന്മ, വല്ലാത്ത നഷ്ടം. ആരാ യാക്കോബ്? പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യൻ. ഒന്നുമില്ലാതെ ഗതികെട്ട് ഇറങ്ങിപ്പോയപ്പോൾ ദൈവം ഒരു പ്രത്യക്ഷം തന്നപ്പോൾ, ഞാൻ നിനക്കൊരാലയം പറയുമെന്ന് പറഞ്ഞ ദൈവ മനുഷ്യൻ. ഹല്ലേലൂയ. എല്ലാ നന്മയും ഭാര്യമാരും സ്വത്തും സമ്പത്തും ആടുമാടുകളും നൂറുകണക്കിനുള്ളപ്പോൾ അതെല്ലാം അക്കരെ കടക്കി മാറ്റി വെച്ചിട്ട്, ദൈവമേ ഇതല്ല, ഇതിനേക്കാൾ അപ്പുറമായി നിന്റെ ബ്ലെസ്സിങ് വേണമെന്ന് പറഞ്ഞ്, നിന്റെ അനുകൂലത വേണമെന്ന് പറഞ്ഞ് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ചവൻ യാക്കോബ്. ഹല്ലേലൂയ. ഇന്ന് പകലൊരു ദൂത് പറയാം, നീ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണോ, പ്രാർത്ഥിക്കുന്ന മകനാണോ മകളാണോ, ഇന്ന് നീ സംഭവിച്ച തിന്മയോ, ഇന്ന് നിന്റെ കൺമുമ്പിൽ കണ്ട വേദനയോ, അതിനെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എന്തോ ഇത് ശക്തമായി ദൈവം ഒരു ദൂത് പറയാൻ പോവാ. ഇതിന്റെ അകത്ത് വിവേചിച്ചിറങ്ങിയ നാളുകളായി ബാക്കി പുത്രന്മാരും പുത്രിമാരും ബന്ധുക്കളും ചാർച്ചക്കാരും എന്തൊക്കെ കാണിച്ചിട്ടും യാക്കോബിന്റെ സന്തോഷം അന്നു മുതൽ പോയി. എന്തൊക്കെ കൺമുമ്പിൽ കണ്ടാലും അവന്റെ ദുഃഖം മാറുന്നില്ല. അത്രയ്ക്കും വേദനയ്ക്കകത്ത് ജീവിക്കുന്നു. ഇന്ന് പകൽ അങ്ങനത്തെ കുറച്ച് നാളായിട്ട് ചില വേദനയെ തുടരുന്ന മാതാവേ, പിതാവേ, നിന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. നീ പ്രാർത്ഥിച്ചോ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. യെസ് 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 യെസ്. നാളുകളായുള്ള വേദനകൾ, വല്ലാതെ മടുത്ത ദിനങ്ങൾ, ആത്മാവ് മകളെ നിന്നോട് ദൂത് പറയുന്നു. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ, വല്ലാതെ നിന്നെ വേദനിപ്പിക്കുന്ന ചില മണ്ഡലങ്ങളെ അത്ഭുതം ചെയ്യാ ദൈവകര ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. വാ 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 लाल बाता लेगसी मलिकी कलगी कलमी हम्बी गम्बी अंबी हंदी 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 अंबी हसी कानी हम्बी रसिया लिताना എല്ലാം അന്ത്യമായെന്ന്, അന്ത്യം കാണാൻ കൊതിച്ചു നിൽക്കുന്ന മധ്യത്തിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ, പരാജയത്തെ ജയമാക്കുന്ന ദൈവം, തിന്മയെ നന്മയാക്കുന്ന ദൈവം, നഷ്ടത്തെ ലാഭമാക്കുന്ന ദൈവം, നിന്ദയെ മാന്യതയാക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും പ്രവർത്തിക്കും. ശ്രദ്ധിച്ചേ പ്രിയരെ, ഉൽപ്പത്തി 37:35 പിതാവായ യാക്കോബ് കേൾക്കുകയാണ്, മോനെ ദുഷ്ടമൃഗം വലിച്ചു കീറി. താൻ സ്നേഹിച്ചു കൊടുത്ത അങ്കി കണ്ട്, അതിൽ രക്തം പുരണ്ടത് കണ്ട് 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 കരഞ്ഞ് 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 ഉടഞ്ഞ ഒരു പിതാവ്. ആരൊക്കെ എന്തൊക്കെ കൊടുത്ത് ആശ്വാസം കൊള്ളിക്കാൻ നോക്കിയിട്ടും ആശ്വാസം കാണാൻ മനസ്സില്ലാത്ത പിതാവ്. ഉൽപ്പത്തി 37:35 മകന്റെ മരണവാർത്ത കേട്ട്, ആ സംഭവം കണ്ട്, എന്തു കണ്ടു? ഒന്ന് മരണവാർത്ത കേട്ടു, എന്നിട്ട് ആ നിലയങ്കിയും കൂടെ കണ്ടപ്പോ മൊത്തം പോയി, പിടി വിട്ടു. പക്ഷെ പ്രാർത്ഥിക്കുന്ന യാക്കോബുമാർക്ക് ഇന്ന് ഒരു പ്രത്യാശയുടെ ദൂതുണ്ട്. നീ കേട്ടത് തിന്മയാണെങ്കിലും കണ്ടത് അതിനെ ഉറപ്പിക്കുന്നതാണെങ്കിലും ഇനി ചിലത് നീ കേൾക്കും, ഇനി നീ ചിലത് കാണും. അതെന്താണെന്നറിയാമോ? ഇനി എടുത്തോണം. ഉൽപ്പത്തി 37 കഴിഞ്ഞ് 37, 38, 39, 40, 41, 42, 43, 44, 45 എത്തി. ഉൽപ്പത്തി 45:26. യോസേഫ് 25 വിട്ട് വായിച്ചു. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. അവർ മിസ്രൈം, അതായത് ഇവനെ പൊട്ടക്കിണറിൽ വിറ്റ് കളഞ്ഞ സഹോദരങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിന്റെ അടുക്കൽ, കനാൻ ദേശത്ത് പാർക്കുന്ന അപ്പനായ യാക്കോബിന്റെ അടുത്തേക്ക് ചെന്നു. അവനോട് പറയുകയാണ്, നേരത്തെ ഉമ്മാര് പറഞ്ഞു 37:35 വന്നിട്ട് പറഞ്ഞു, മോൻ എന്ത് ചെയ്തു? മരിച്ചുപോയി.
തെളിവ് വസ്ത്രം. അടുത്തത് 45:26 പറയുന്നു, അവനോട് ജോസഫ് ജീവനോടിരിക്കുന്നു. ജീവനോടിരിക്കുന്നു. അടുത്തത് അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ചെറിയ ബാലനല്ല, മിസ്രയീമിന്റെ ദേശത്ത് അധിപതിയായി അവൻ നിൽക്കുന്നു. തീർന്നുപോയെന്ന വാർത്ത കേട്ട ചെവിക്കകത്ത് അടുത്ത വാർത്ത അപ്പം കേൾക്കുക. മകൻ ജീവനോടിരിക്കുന്നെന്ന് മാത്രമല്ല, അവൻ ദേശത്ത് ഉന്നതനായിരിക്കുന്നു. ആരോടൊക്കെ ദൂത് പറയുന്നു, നിന്റെ തലമുറയെ കുറിച്ച് നീ കേട്ടത് തിന്മയാണെങ്കിൽ നന്മ കേൾക്കാൻ സമയമായി, വിടുതൽ കേൾക്കാൻ സമയമായി, ജയം കേൾക്കാൻ സമയമായി, ഉയർച്ച കേൾക്കാൻ സമയമായി, നന്മ കേൾക്കാൻ സമയമായി. ഇനിയ രസം, ആദ്യം ഈ 37 ചെന്നിട്ട് പറഞ്ഞിട്ട് അപ്പം വിശ്വസിക്കാൻ എന്തോ കൊണ്ട് കാണിച്ചു. ആ നല്ല ഉടുപ്പെടുത്ത് മൃഗത്തിന്റെ രക്തത്തെ മുക്കിട്ട് കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഉറപ്പിച്ചോളാം പറഞ്ഞു. മരിച്ചത് ഉറപ്പിക്കാൻ. ഇത് ജീവനോടിരിക്കുന്നു, അത് രാജാവായി ഇരിക്കുന്നു, ഉറപ്പിക്കാൻ ഒരു സംഭവം നടന്നത്. അടുത്തത് 27. യോസഫ് തങ്ങളോട് 26 വായിച്ചു പൂർത്തീകരിച്ചോ. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യാക്കോബ് ആദ്യം വിശ്വസിച്ചില്ല. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ, ഈ അപ്പനെ കയറ്റിക്കൊണ്ടുപോകാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. കരഞ്ഞു കിടന്നവൻ. ഹല്ലേലൂയ. കാരണം എന്താ ഇത്ര കാര്യം ഉറപ്പിച്ചതാ? സ്വന്തം മകന്റെ ഉടുപ്പ് കണ്ട് ഉറപ്പിച്ചു അവൻ മരിച്ചെന്ന്. ഇവന്മാര് ജീവനോടിരിക്കുന്നത് പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഈ കൂടാരത്തിന്റെ പുറത്തുനിന്ന് നോക്ക്, നമ്മുടെ വീടിന്റെ മുറ്റത്ത് എന്താ കിടക്കുന്നതെന്ന് അറിയാമോ? മിസ്രയീം രാജ്യത്തിന്റെ രാജാവ് ഉപയോഗിക്കുന്ന രഥങ്ങൾ കിടക്കുന്നു. ഇതിന്റെ അകത്ത് നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. മകന്റെ തകർച്ച കണ്ടവൻ ഉയർച്ചയുടെ എളിവുകൾ കാണാനിട വന്നു. ആ രഥം കണ്ടപ്പോ യാക്കോബിന് വീണ്ടും ചൈതന്യം. നിന്റെ തകർച്ചകളെ ഉയർച്ചയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് പതിനൊന്നിന്റെ ഒന്നി പറഞ്ഞു. ആരുടെ ബദാനി എന്നാ പറഞ്ഞേ? മാർത്തയുടെയും സഹോദരി മറിയയുടെയും. മാർത്ത മറിയ അവരുടെ ഗ്രാമം എന്ന് അറിയാം. 12:1 എന്താ പറയുന്നത്? യേശു മരിച്ചെന്ന് ഉറപ്പിച്ച ലാസർ ഉയർത്ത ബദാനി. പേര് ഷിഫ്റ്റ് ആയത് കണ്ടോ? പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു വേദന അനുഭവിച്ചു. ചില വേദന അനുഭവിക്കുന്നത്, ചില നഷ്ടം വന്നത്, കുറച്ചു നാള് നാറ്റം വെച്ചത്, കുറച്ചു നാള് അടഞ്ഞ ഗുഹയിൽ കിടക്കുന്ന പോലത്തെ നീ നിന്നത്, വേറൊരു മാറ്റം നിനക്കുണ്ടാവാനാ. ബഥാനിയയിലെ സഹോദരിമാർ മാർത്ത മറിയ, അവരുടെ സഹോദരൻ ഒരു ദീനം വന്നു, യേശുവിനെ വിളിച്ചു. യേശു ആദ്യം വന്നില്ല. ഈ ദീനം അത് മരണത്തിലേക്ക് ലാസ്റ്റ് മരിച്ചു. യേശു മരിക്കത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ മരിച്ചു. കല്ലറയിൽ വെച്ചു. 4 ദിവസമായി നോർമലി എന്തോ ഒന്ന് തുടങ്ങി നാറ്റം വെച്ചു. അപ്പോഴാ യേശു വരുന്നത്. അപ്പം ലാസറിന്റെ ജീവിതത്തിൽ, സഹോദരിമാരുടെ ജീവിതത്തിൽ ഒത്തിരി തിന്മ അനുഭവിച്ചു. കാരണം നാട്ടുകാർ പറയാൻ തുടങ്ങി, യേശു സ്നേഹിക്കുന്ന വീടല്ലേ, ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുന്നില്ലേ, എന്താ യേശു ഇത്ര വൈകിയത്, എന്തുകൊണ്ടാണ് യേശു നേരത്തെ വന്ന് സൗഖ്യമാക്കാത്ത? വലിയ കണ്ടവനെ പോയവനെയൊക്കെ പലപ്പോഴും തൊട്ട് സൗഖ്യമാക്കി. എന്തുകൊണ്ട് ആ വീട്ടിൽ അത്ഭുതം നടന്നില്ല? ചിലരോട് ദൂത് പറയാം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ചോദിക്കും, ചിലപ്പോൾ മറ്റുള്ളവർ ചോദിക്കും, ഇത്ര
ഇത്രയൊക്കെ കർത്താവോട് വന്ന് ഇത്രയും ആരാധന നടത്തി ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ചില വിഷയത്തിൽ എന്തുകൊണ്ട് കർത്താവ് വേഗത്തിൽ വന്നില്ല, എന്തുകൊണ്ട് ഇറങ്ങിയില്ല, എന്തുകൊണ്ട് നടന്നില്ല, എന്തുകൊണ്ട് ആ ലാസർ 4 ദിവസം ഇരുട്ടത്തക്കൊന്ന് പോകേണ്ടി വന്നു, എന്തുകൊണ്ട് ഒറ്റപ്പെട്ട ലാസർ അവൻ്റെ അകത്ത് ഇരിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് വീട്ടുകാർക്ക് നാറ്റം പെരുമാറ് ചില അനുഭവങ്ങൾ വന്നു. ഇന്ന് പകലൊരു ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവത്തിൽ കൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലുത് നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്യാനാണ്. കർത്താവ് വന്നു, ലാസൻ നമുക്കറിയാമോ, ലാസൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഈ 12:1 ഒന്നുകൂടെ വായിച്ച് പൂർത്തീകരിച്ച് വായിച്ചു. 12:1. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ, ഇതുവരെ ശുശ്രൂഷ ചെയ്തവർ, ഇതുവരെ ശിഷ്യന്മാര് മാത്രം കണ്ടവർ, ആ പന്തിക്കകത്തൊരു നല്ല സ്ഥാനത്തോടെ ലാസർ അവിടെ ഇരിപ്പാൻ ഇടവന്നു. അതുവരെ സഹോദരിമാരുടെ പേരിൽ അറിയപ്പെട്ട സ്ഥലം ലാസർ ഉയർത്ത നാടെന്നറിയപ്പെടാൻ ഇടവന്നു. ഇന്ന് പകൽ നീ ഒരു വേദനയിൽ കൂടെ കടന്നു പോകുന്നത്, ചില ദിവസങ്ങൾ ഇരുട്ടത്തിരിക്കുന്നത്, ചില നാറ്റം വരുമെന്ന് തോന്നിയ വിഷയത്തിന്റെ അകത്ത് നിനക്ക് നാളെ ഒരു പന്തി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ മറ്റുള്ള മുമ്പിൽ മാനിക്കപ്പെടുന്ന ഒരു ദിവസം നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, കർത്താവിനോട് ആശ്രയിക്കുന്ന ദൈവവൈതലേ, ഒരു അത്ഭുതം ദൈവം ചെയ്തിരിക്കും. റോമർ 8:28 ബൈബിൾ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും 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 നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.